മാംഗ്ലൂരിൽ നിന്നും ഹാസനിലേക്ക് ട്രെയിൻ പോകാമെന്നാണ് ആദ്യം കരുതിയത്. പക്ഷേ തണ്ണീർബായി ബീച്ചിൽ നിന്നും റൂമിലെത്തി ചെക്കൗട്ട് ചെയ്ത് റെയിൽവേ സ്റ്റേഷനിൽ എത്തുമ്പോഴേക്കും ട്രെയിൻ പോയി കഴിഞ്ഞിരുന്നു. നേരെ KSRTC ബസ് സ്റ്റാൻഡിലേക്ക് ഓട്ടോ കയറി. സംസാരിച്ചു വന്നപ്പോൾ ബസ് തന്നെയാണ് നല്ലതെന്ന് ഓട്ടോക്കാരനും പറഞ്ഞു. ട്രെയിൻ വഴിയാണെങ്കിൽ ഹാസനിലെത്താൻ 2.5 മണിക്കൂർ കൂടുതലെടുക്കും. KSRTC ബസ്സിൽ കയറി നേരെ ഹാസനിലേക്ക്. ഹാസനിലെത്തുമ്പോൾ ഏകദേശം പുലർച്ചെ 1 മണിയായി കാണും. ഹാസൻ KSRTC ബസ് സ്റ്റാൻഡ് ഒരു വലിയ ബസ് സ്റ്റാൻഡ് ആയിരുന്നുവെങ്കിലും അടുത്തൊന്നും താമസ സൗകര്യമുണ്ടായിരുന്നില്ല. ഒരു കന്നഡക്കാരൻ റൂം എടുക്കാൻ എന്നെ സഹായിച്ചു. അയാൾ തൻ്റെ ബൈക്കിൽ പഴയ ബസ് സ്റ്റാൻഡിനടുത്തേക്ക് കൊണ്ടുപോയി. പഴയ ബസ് സ്റ്റാൻഡിന് സമീപം ആവശ്യത്തിന് ലോഡ്ജുകളുണ്ടായിരുന്നു. എങ്കിലും ആ സമയം അതായിരുന്നു പ്രശ്നം. യാത്രയിൽ ചിലരെ അങ്ങനെ കണ്ടുമുട്ടാറുണ്ട്. നമ്മളൊന്നും ആവശ്യപ്പെട്ടില്ലെങ്കിലും അവർ സഹായിക്കും. 2-3 ലോഡ്ജുകൾ അന്വേഷിച്ചെങ്കിലും അപൂർവ എന്നു പേരുള്ള ലോഡ്ജാണ് കിട്ടിയത്. ലോഡ്ജിലെ റിസപ്ഷനിസ്റ്റിനെ വിളിച്ചുണർത്തി കന്നഡ ഭാഷയിൽ കേരളത്തിൽ നിന്നും വന്നതാണെന്നും റൂം കൊടുക്കണമെന്നും അയാൾ പറഞ്ഞു ഉടനെ മടങ്ങി. പേരോ സ്ഥലമോ ചോദിക്കാൻ ഞാൻ വിട്ടുപോയി. ഈ സമയത്ത് അത് ശരിക്കൊരു വലിയ അനുഗ്രഹമായിരുന്നു. രാവിലെ 6:30 റൂമിൽ നിന്നും ക്യാമറയുമായി ഇറങ്ങി. 2 സ്ഥലങ്ങളാണ് ലക്ഷ്യം. ഒന്ന് ബേലൂർ ചെന്നകേശവ ടെമ്പിൾ, മറ്റൊന്ന് ഹലിബേഡു ഒക്കെ ഉച്ചരിക്കുന്നുണ്ട്. ശരിക്കും അതിൻ്റെ ഹൊയ്സാലേശ്വര ടെമ്പിൾ എന്നും പറയുന്നുണ്ട്. ടെമ്പിൾ എന്ന് പറഞ്ഞപ്പോഴാണ് ഒരു കാര്യം ഓർമ്മ വന്നത്. തമിഴ്നാട്ടിൽ നിന്നും പകർത്തിയ ഒരു വീഡിയോയിൽ ടെമ്പിൾ എന്ന് കണ്ടപ്പോൾ ഒരു സുഹൃത്ത് ഞങ്ങൾക്ക് അവിടെ പ്രവേശിക്കാനാവുമോ എന്നൊരു സംശയം ചോദിക്കുകയുണ്ടായി. ഞാൻ ഷൂട്ട് ചെയ്ത് അപ്ലോഡ് ചെയ്ത എല്ലാ ഇടങ്ങളും എല്ലാ മതസ്ഥർക്കും എല്ലാ രാജ്യക്കാർക്കും പ്രവേശിക്കാൻ അനുവാദമുള്ള ഇടങ്ങളാണ്. എല്ലാവർക്കും സന്ദർശിക്കാൻ പറ്റുന്ന ഇടങ്ങൾ മാത്രമേ ഷൂട്ട് ചെയ്യാൻ എനിക്ക് താല്പര്യമുള്ളൂ. അതുകൊണ്ട് എൻ്റെ വീഡിയോയിൽ ഷൂട്ട് ചെയ്ത ഇടങ്ങളെല്ലാം ഏത് മതസ്ഥർക്കും ഏത് രാജ്യക്കാർക്കും പ്രവേശിക്കാം. ക്ഷേത്രം എന്നതിലുപരി അതൊരു കലാവസ്തുവാണ്. ഇവയെല്ലാം ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യയുടെ കീഴിലുമാണ്. ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യയുടെ കീഴിലുള്ള ഇടങ്ങളിൽ ട്രൈപോഡ് യൂസ് ചെയ്യുന്നതിന് ചെറിയ വിലക്കുണ്ടെന്ന് മാത്രം. അത് അവരുടെ നിയമാവലികളിലാണ്. നമുക്ക് ട്രൈപോഡ് യൂസ് ചെയ്യുന്നതിന് ചെറിയ ബുദ്ധിമുട്ടാണ്. എങ്കിലും അത് അവരുടെ നിയമങ്ങളാണ്. നമ്മൾ നിയമങ്ങൾ പാലിച്ചേ മതിയാകും. ബേലൂർ ചെന്നകേശവ ടെമ്പിളിലേക്കുള്ള ബസ് ലഭിക്കുന്നത് KSRTC ബസ് സ്റ്റാൻഡിൽ നിന്നാണെങ്കിൽ ഹലിബിഡുവിലേക്കുള്ള ബസ് ലോഡ്ജിനടുത്തുള്ള ഓൾഡ് ബസ് സ്റ്റാൻഡിൽ നിന്നാണ്. പക്ഷേ ആദ്യം സന്ദർശകർക്കായി തുറന്നു കൊടുക്കുന്നത് ബേലൂർ ടെമ്പിളാണ്. രാവിലെ 7:30 തുറക്കും. ഹലിബിഡു 9 മണിയാകും. അതിനാൽ ആദ്യം KSRTC ബസ് സ്റ്റാൻഡിലേക്ക് തിരിച്ചു. ഹാസൻ KSRTC ബസ് സ്റ്റാൻഡിൽ നിന്നും ചിക്കമംഗളൂർ ബസ് കയറി ബേലൂർ സ്റ്റാൻഡിൽ വന്നിറങ്ങി. സ്റ്റാൻഡിൽ നിന്നും 3 മിനിറ്റ് നടന്നാൽ ബേലൂർ ചെന്നകേശവ ടെമ്പിളിൽ എത്തിച്ചേരാം. എൻ്റെ പുറകിലായിട്ട് നിങ്ങൾക്കൊരു സ്തംഭം കാണാൻ സാധിക്കുന്നില്ലേ? ഈ സ്തംഭം എന്ന് പറയുന്നത് ഒറ്റക്കല്ലിൽ കൊത്തിയെടുത്ത മോണോലിത്തിക്കാണ്. ഒറ്റക്കല്ലിൽ കൊത്തിയെടുത്തിട്ടുള്ള സ്തംഭമാണ്. ബേലൂരിലെ ചെന്നകേശവ ടെമ്പിളിൻ്റെ സൗന്ദര്യത്തെ പറ്റി ഞാൻ പ്രത്യേകമായിട്ട് പറയുന്നില്ല. അത് നിങ്ങൾ തന്നെ കണ്ടോളൂ. കാരണം നിങ്ങളൊരു നല്ല യാത്രികനാണെങ്കിൽ ഒരു കാരണവശാലും ഇവിടെ സന്ദർശിക്കാനുള്ള അവസരം പാഴാക്കരുത്. അസാധ്യമായിട്ടുള്ള ശില്പഭംഗി എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ കാലഘട്ടത്തിൽ ഇത്ര മനോഹരമായിട്ടുള്ളൊരു ശില്പങ്ങൾ കൊത്തിയെടുക്കുക എന്ന് പറയുന്നതിനെ പറ്റി ആലോചിക്കാനേ വയ്യ.
ഇത് ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യയുടെ കീഴിലാണ്. ആർക്കും സന്ദർശിക്കാം. ടെമ്പിളാണ്, ആർക്കും സന്ദർശിക്കാം. അസാധ്യമായിട്ടുള്ള ശില്പഭംഗിയാണ്. അതിൻ്റെ ശില്പഭംഗിയെക്കുറിച്ച് കൂടുതലായിട്ട് ഞങ്ങളോട് പറയുന്നില്ല, നിങ്ങൾ തന്നെ അത് കണ്ടിട്ട് തീരുമാനിക്കും. നിങ്ങൾ നല്ലൊരു യാത്രികനാണെങ്കിൽ ഒരു കാരണവശാലും ഈ സ്ഥലം മിസ് ചെയ്യരുത്. ബേലൂരിലെ യാഗച്ചി നദിയുടെ തീരത്ത് ഹൊയ്സാല രാജാവായിരുന്ന വിഷ്ണുവർദ്ധനയാണ് AD 1116 ടെമ്പിളിൻ്റെ നിർമ്മാണം ആരംഭിച്ചത്. 11 13 നൂറ്റാണ്ടിൽ ഈ പ്രദേശം ഭരിച്ചിരുന്ന രാജവംശമായിരുന്നു ഹൊയ്സാലകൾ. അവരുടെ 300 വർഷത്തെ ഭരണത്തിനിടയിൽ കലയിലും വാസ്തുവിദ്യയിലുമുള്ള താല്പര്യം നിരവധി മനോഹരമായ കെട്ടിടങ്ങൾക്ക് ജന്മം നൽകി. വിഷ്ണുവർദ്ധനയ്ക്ക് ശേഷം അദ്ദേഹത്തിൻ്റെ മകനും പിന്നീട് ഗ്രാൻഡ് സണ്ണും 103 വർഷങ്ങൾ എടുത്താണ് ഈ ടെമ്പിൾ കംപ്ലീറ്റ് ചെയ്തത്. കർണാടകത്തിലെ ഹാസൻ ജില്ലയിലാണ് ബേലൂർ സ്ഥിതി ചെയ്യുന്നത്. ഹാസൻ സിറ്റിയിൽ നിന്നും 40 കിലോമീറ്ററും മൈസൂരിൽ നിന്ന് 150 കിലോമീറ്ററും ബാംഗ്ലൂരിൽ നിന്ന് 220 കിലോമീറ്ററുമാണ് ചെന്നകേശവ ടെമ്പിളിലേക്കുള്ള ദൂരം. ചെന്നകേശവ ടെമ്പിളിൻ്റെ നിർമ്മാണത്തിനുള്ള കാരണങ്ങൾ പണ്ഡിതന്മാർ പലതും പറയുന്നുണ്ടെങ്കിലും ചോള രാജവംശവുമായുള്ള യുദ്ധത്തിൽ വിജയം കൈവരിച്ചതിൻ്റെ സൈനിക നേട്ടങ്ങളുമായി ബന്ധപ്പെട്ടാണ് കിടക്കുന്നത്. അന്ന് കിട്ടാവുന്നതിൽ വെച്ച് ഏറ്റവും നല്ല കലാകാരന്മാരെയും ശില്പികളെയും ഉപയോഗപ്പെടുത്തി നിർമ്മിച്ച വിസ്മയകരമായ നൂതന ശൈലിയിലുള്ള ഒരു ടെമ്പിളാണ് ബേലൂർ ടെമ്പിൾ. ഹൊയ്സാല ക്ഷേത്രങ്ങൾ സാധാരണ സ്റ്റാർ ഷേപ്ഡ് എന്ന് പറഞ്ഞാൽ നക്ഷത്ര ആകൃതിയിലുള്ള തറയിലാണ് സ്ഥിതി ചെയ്യുന്നത്. ഈ ക്ഷേത്ര നിർമ്മാണത്തിലെ ശില്പങ്ങൾ സോപ്പ് സ്റ്റോൺസ് അഥവാ സോപ്പ് കല്ലുകൾ ഉപയോഗിച്ചാണ് കൊത്തിയെടുത്തിരിക്കുന്നത്. ബേലൂരിൽ നിന്നും 200 കിലോമീറ്റർ അകലെയുള്ള തുംകൂർ നിന്നും തുരന്നെടുത്ത കല്ലുകളാണിവ. ഈ കല്ലുകൾക്കുള്ള പ്രത്യേകത എന്തെന്ന് വെച്ചാൽ ഇതിൽ കൊത്തുപണികൾ നടത്താൻ മറ്റുള്ള കല്ലുകളെ അപേക്ഷിച്ച് കുറച്ചുകൂടെ എളുപ്പമാണ്. മാത്രമല്ല കൊത്തിയെടുത്തതിന് ശേഷം അന്തരീക്ഷവുമായി ഇവ ലയിക്കുമ്പോൾ ഇരുമ്പിനെ പോലെ ദൃഢമാകാനുള്ള ടെൻഡൻസിയും ഉണ്ടാകും. ഈ ക്ഷേത്രത്തിൻ്റെ നിർമ്മാണം നമ്മെ ശരിക്കും അതിശയിപ്പിക്കും. ഇതിലെ ഓരോ കല്ലുകളും വളരെ സൂക്ഷ്മവും കലാത്മകവുമായാണ് പണിതിരിക്കുന്നത്. ശരിക്കും ക്രിയേറ്റീവായിട്ടുള്ള വർക്കുകൾ, നയനാനന്ദകരമായ കാഴ്ച. സാങ്കേതികമായി അത്രയധികം വികസിച്ചിട്ടില്ലാതിരുന്ന ഒരു കാലഘട്ടത്തിൽ മറ്റു ഉപകരണങ്ങളുടെയൊന്നും സഹായമില്ലാതെ വളരെ വൈദഗ്ധ്യത്തോടെ അതിസൂക്ഷ്മമായ നിർമ്മാണം നമ്മെ ശരിക്കും അതിശയിപ്പിക്കാതെ തരമില്ല. പിന്നെ ഇവിടുത്തെ മറ്റൊരു അത്ഭുതം, ഒറ്റക്കല്ലിൽ പണിതിരിക്കുന്ന 42 അടി ഉയരത്തിലുള്ള ഗ്രാവിറ്റി പില്ലർ. താഴെ ഒരു പിടുത്തവുമില്ലാതെ സ്വന്തം ഭാരത്തിൽ ഈ പില്ലർ നിൽക്കുന്ന കാഴ്ച അത്ഭുതകരം തന്നെ. ഇവിടെ വെച്ച് ആന്ധ്രാപ്രദേശിൽ നിന്നുള്ള ഒരു കൂട്ടം മുതിർന്ന സംഘത്തെ പരിചയപ്പെട്ടു. അതിലൊരു ചെറുപ്പക്കാരൻ്റെ മനസ്സുള്ള മുതിർന്ന സ്മാർട്ടായ ഒരാൾ അവരെ ക്യാമറയിൽ പകർത്താൻ താല്പര്യം പ്രകടിപ്പിച്ചു. അവരുടെ ആറ്റിറ്റ്യൂഡ് എന്നിലും ശരിക്കും ആവേശം നിറച്ചു. എൻ്റെ ചാനലിൻ്റെ പേര് ചെന്നകേശവ ടെമ്പിളിൻ്റെ പൂമുഖത്തിരുന്നുകൊണ്ട് അവരെല്ലാം ഉച്ചത്തിൽ വിളിച്ചു പറഞ്ഞു, മൈ ഡിഫറെൻറ്റ് ട്രാവൽ. താങ്ക് യു. അവരോട് യാത്ര പറഞ്ഞു പോകുമ്പോൾ അതിലേറെ പേരും എന്നെ അവരുടെ നാട്ടിലേക്ക് ക്ഷണിച്ചു. അവരുടെ നാട്ടിലെ ചരിത്ര പ്രാധാന്യമുള്ള സ്ഥലങ്ങളെ എൻ്റെ ക്യാമറയിൽ പകർത്തണമെന്ന് സ്നേഹപൂർവ്വം നിർദ്ദേശിച്ചു. കർണാടകയ്ക്ക് ശേഷം എൻ്റെ യാത്ര ആന്ധ്രാപ്രദേശിലേക്കായിരിക്കുമെന്ന് ഞാൻ അവർക്ക് വാക്കുകൊടുത്തു. യാത്ര പറഞ്ഞ് ബസ് സ്റ്റാൻഡിലേക്ക് നടന്നു. ഇനി ഹലിബേഡു. ബസ് സ്റ്റാൻഡിൻ്റെ ഒരു ഭാഗത്ത് ഹലിബിഡുവിലേക്കുള്ള ബസ് നിർത്തിയിട്ടിരിക്കുന്നു. 16 കിലോമീറ്റർ സഞ്ചരിച്ചാൽ ഹലിബിഡുവിൽ എത്തിച്ചേരാം.
തമിഴ്നാടിനെ അപേക്ഷിച്ച് കർണാടകയിലെ പബ്ലിക് ട്രാൻസ്പോർട്ടിലൂടെ യാത്ര ചെയ്യാൻ സുഖകരമാണ്. ബസ്സുകളിലൊന്നും അധികം ക്രൗഡ് കാണാറില്ല. ഹലിബിഡുവിലെത്തി. ചെന്നകേശവ ടെമ്പിളുമായി ഒരുപാട് സാദൃശ്യമുള്ള ഒരു മോണുമെൻ്റാണ് ഹലിബിഡു. പഴയ നഗരം എന്നാണ് ഈ വാക്കിൻ്റെ അർത്ഥം. ദ്വാരസമുദ്ര എന്നായിരുന്നു ആദ്യകാലത്ത് വിളിച്ചിരുന്നത്. ഹൊയ്സാല രാജവംശത്തിൻ്റെ വാസ്തുവിദ്യകളുടെ മികച്ച ഉദാഹരണങ്ങൾ ഈ സ്മാരകങ്ങളിലൂടെയും നമുക്ക് കാണാം. 14-ാം നൂറ്റാണ്ടിൽ ഡൽഹി സുൽത്താൻ്റെ നിർദ്ദേശപ്രകാരം മാലിക് കഫൂർ ഈ സ്മാരകങ്ങൾ ആക്രമിക്കുകയുണ്ടായി. അതിനുശേഷമാണ് ഈ നഗരത്തിന് ഹലിബീഡു എന്ന് പേര് വന്നത്. AD 1311 കഫൂറിൻ്റെ സൈന്യം ഈ നഗരത്തെ നീക്കം ചെയ്തു. അതിനുശേഷം ആണ് ഈ നഗരം ശരിക്കും അവഗണിക്കപ്പെട്ടു തുടങ്ങിയത്. ബേലൂരിനെ അപേക്ഷിച്ച് ഹലിബിഡുവിന് ചുറ്റും മനോഹരമായ ഒരു ഉദ്യാനം ഒരുക്കിയിട്ടുണ്ട്. പൂർണ്ണതയാർന്ന കൊത്തുപണികൾ നമ്മെ അതിശയിപ്പിക്കും. AD 1121 ഹലിബേഡു കൊട്ടാരം ഹൊയ്സാല രാജാവായ വിഷ്ണുവർദ്ധൻ്റെ സ്മരണാർത്ഥം കേദമാലയാണ് തുടങ്ങിവെച്ചത്. ഇതിൻ്റെ പണി പൂർത്തീകരിക്കുന്നത് AD 1160 വിഷ്ണുവർദ്ധൻ്റെ മകനായ നരസിംഹൻ ഒന്നാമൻ്റെ പ്രധാന ശില്പിയായ കേദറോജയാണെന്ന് വിശ്വസിക്കപ്പെടുന്നു. ഇവിടുത്തെ മറ്റൊരു പ്രത്യേകത ഒറ്റക്കല്ലിൽ കൊത്തിയെടുക്കപ്പെട്ട നന്ദി കാളയുടെ രൂപമാണ്. കൂടാതെ ജൈനമതക്കാരുടെ ദേവാലയങ്ങൾ കൂടി ഈ ഹലിബിഡുവിൽ സ്ഥിതി ചെയ്യുന്നു. ഹലിബിഡുവിൻ്റെ കോമ്പൗണ്ടിൽ തന്നെ അല്പം മാറി ഹൊയ്സാലയുടെ കാലഘട്ടത്തിൽ നിർമ്മിക്കപ്പെട്ട അനേകം വാസ്തുശില്പങ്ങൾ അടങ്ങിയ ഒരു മ്യൂസിയവും പാർക്കും ഉണ്ട്. 5 രൂപയാണ് ഇവിടേക്കുള്ള പ്രവേശന ഫീസ്. ഗാലറിയുടെ സന്ദർശനം കഴിഞ്ഞ് മടങ്ങുമ്പോൾ ഹാസനിലേക്കായി ഒരു ബസ് കാത്തുകിടപ്പുണ്ടായിരുന്നു. ഇവിടെ നിന്നും 31 കിലോമീറ്റർ സഞ്ചരിച്ചാൽ ഹാസനിലെ ഓൾഡ് ബസ് സ്റ്റാൻഡിൽ എത്തിച്ചേരാം. ഓൾഡ് ബസ് സ്റ്റാൻഡിൽ എത്തി ഭക്ഷണം കഴിച്ച് ഇന്ന് മുഴുവൻ വിശ്രമം. നാളെ മറ്റൊരിടം തേടിയിറങ്ങണം. ഈ മാസത്തെ യാത്രയിൽ നാളെ കൂടി ഷൂട്ടിങ്ങിനായി മാറ്റിവെച്ചിട്ടുണ്ട്. ഓക്കെ ഫ്രണ്ട്സ്, താങ്ക്സ് ഫോർ വാച്ചിങ്.